ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കുറച്ച് തീപ്പെട്ടി കൊണ്ട് നമുക്കൊരു വീടുണ്ടാക്കാം. ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞ് ഫുള്ള് ഫിനിഷായിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടു. അപ്പം കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സാധനമൊക്കെ മേടിച്ച് വന്നിട്ട് നമുക്ക് വീടിൻ്റെ വർക്ക് തുടങ്ങാം. സാധനം മേടിക്കുമ്പോൾ ഞാൻ വണ്ടി റെഡിയാക്കി വെച്ചിട്ട് നമുക്കിപ്പം സാധനം മേടിച്ചിട്ട് വരാം ഗൈസ്. അപ്പം കടയിൽ ചെന്നപ്പോൾ ഈ ഒരു ഐറ്റം കണ്ട് ഇത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ ഫൗണ്ടേഷൻ്റെ റൈറ്റ് ആംഗിൾ തിരിക്കാൻ വേണ്ടി കോൺട്രാക്ടർമാർ ഈ കുത്തുന്ന കണ്ടിട്ടുണ്ട് കറക്റ്റായിട്ട് ഈ അളവിൻ്റെ അടുത്ത്. അപ്പം ഇത് ശരിക്കും അതിനല്ല യൂസ് ചെയ്യുന്നത്, വേറെ എന്തിനാണ് ഗൈസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നു. പണ്ട് ഇതൊക്കെയായിരുന്നു എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം സ്റ്റിക്കും തീപ്പെട്ടി കൊള്ളിയും പിന്നെ വശയും മേടിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ചിട്ട് പോകുന്ന വഴി ഒരു പപ്സും കഴിച്ച്. അപ്പം കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പപ്സും കഴിച്ചിട്ട് പിന്നെ ഒരു മഞ്ചാടിയും മേടിച്ചു. നല്ല വെയിലല്ല, അപ്പോൾ ഒരു മഞ്ചാടി കുടിക്കുക. പക്ഷേ പപ്സ് കഴിച്ചിട്ട് മഞ്ചാടി കഴിച്ചപ്പം ഒരു സുഖമില്ലായിരുന്നു. പിന്നെ മഞ്ചാടി ഞാനും അനിയത്തിമാരും ഇടയ്ക്ക് മേടിക്കുന്നതാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നമ്മളിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എൻ്റെ തന്നെ ഗ്ലൂ ഗണ്ണൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഫെവിക്കോൾ ഇട്ട് ഒട്ടിക്കാൻ നോക്കി, അതും നിൽക്കുന്നില്ല. പിന്നെ ഞാൻ സെല്ലോ ടിപ്പ് ഇട്ട് ഒട്ടിച്ചത്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ വെട്ടി വെച്ച 4 ബേസ് ബോർഡിൻ്റെ പീസും ഈ താഴെ വെച്ചേക്കുന്ന ബോർഡിനകത്ത് ഒട്ടിക്കുക. അപ്പം ഞാനിത് ഒട്ടിക്കാൻ നോക്കിയിട്ട് നിൽക്കുന്നില്ല. പക്ഷേ ഞാനൊരു ഗ്ലൂ ഗണ്ണായിരുന്നെങ്കിൽ ഇതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മളിപ്പോൾ ഒഴിക്കാതേക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇതിൻ്റെ മേളിൽ വെച്ചിങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിച്ചിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു ഒപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് വീടിൻ്റെ ഷേപ്പ് വരുന്നൊന്നും തോന്നില്ല. ഇപ്പോൾ നമ്മളിനി തീപ്പെട്ടിക്കൊള്ളിയൊക്കെ നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നും അല്ല, പശ വെച്ചാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ വീട് കാണിച്ചു തരാം. അടിപൊളി വീടായിരിക്കും, കണ്ടോണം. ഞാൻ കാണിച്ച വീട് കാണിക്കാൻ പോണ ഞാൻ എന്താണ്ട് ഒരു 11-12 മണിക്ക് തുടങ്ങിയതാണ്. ഇതുവരെ ആയിട്ട് തീർന്നില്ല. 3:30 4 മണിയാകാൻ പോകുന്നത്. ഇത് പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ആണെങ്കിൽ നമ്മുടെ ഗ്ലൂ ഗണ്ണില്ലേ, ഗ്ലൂ ഗണ്ണും ഇല്ല, അതൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ നോക്കി, എന്നിട്ടും നിൽക്കുന്നില്ല. പിന്നെ സെല്ലോ ടേപ്പ് വെച്ച് എങ്ങനെ കുത്തിത്തിരിച്ച് വെച്ച് പിന്നെ ഞാൻ അത് ഫുള്ള് തീപ്പെട്ടി നിറച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീട് അടിപൊളി വീടാണ്, നമുക്ക് ഗൈസ് ഒരു കുഴപ്പമില്ല. ഇത് ഫുള്ള് തീപ്പെട്ടിയാണ്, നമുക്ക് കത്തിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കത്തിക്കാൻ നോക്കാം, എന്നിട്ട് കത്തുന്നില്ല. ലാസ്റ്റ് ഒന്നും കൂടെ വെച്ചപ്പോൾ കത്തി പിടിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെയും കാറ്റടിച്ചത് കെട്ടുപോവുകയാണ് ചെയ്തത് ഗൈസ്. ഇപ്പോൾ ഒന്നും കൂടെ കത്തിച്ച് നോക്കാനായിട്ട് കറക്റ്റ് തീ ആളി എൻ്റെ ഫോണിൻ്റെ നേരെ വന്ന്. ഇപ്പോൾ ഏകദേശം കത്തി പിടിച്ചിട്ടുണ്ട്. എന്തായാലും കാറ്റടിക്കുന്നുണ്ടാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മാറ്റി വെച്ച് ഗൈസ്. അപ്പം ഒത്തിരി വട്ടം ഞാൻ നോക്കി കത്തിക്കാൻ, എന്തായാലും കാറ്റ് സമ്മതിക്കുന്നില്ല ഒന്നിനും ഗൈസ്. അപ്പോൾ അവസാനം ഞാൻ ഒരു കുറച്ച് പേപ്പർ വെച്ച് കത്തിച്ചപ്പം നല്ല രീതിയിൽ തീ ആളി പിടിച്ചായിരുന്നു. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം പേപ്പർ കുറച്ച് വെച്ച് പിന്നെ കുറച്ച് പേപ്പറും കൂടെ ഞാൻ അങ്ങോട്ട് കയറ്റി വെച്ച്. അപ്പം നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിനൊരു ചെറിയ സമാധാനം കിട്ടി. പിന്നെ അല്ല, കുറേ നേരം കത്തിക്കാൻ കണ്ടു, എന്നിട്ട് കത്തുന്നില്ല. എനിക്കൊന്ന് പശയൊക്കെ വീണ് അതിൻ്റെ തീപ്പെട്ടിയുടെ ഫുള്ള് പവർ പോയെന്ന് തോന്നുന്നു. ഇപ്പം ഏകദേശം നല്ല രീതിയിൽ ആൾ കത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ വമ്പം പരാജയ വീട് ഇതാ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലുദ്ദേശിച്ച വീട് ഇതേ അല്ലായിരുന്നു, പക്ഷെ ചെയ്തു വന്നപ്പോൾ വേറെ ഒന്നായി. അപ്പോൾ എന്തായാലും കത്തിയപ്പോൾ ഒരു മനസ്സിലൊരു ആശ്വാസമുണ്ട്. അപ്പം അതല്ല രസം, കത്തിച്ചിട്ടും കത്തുന്നില്ല. ലാസ്റ്റ് പേപ്പർ വെച്ച് കത്തിച്ചത് ഗൈസ്. അപ്പം ഇത് വമ്പം പരാജയമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. ഇത് വമ്പം പരാജയം. എൻ്റെ പശ അങ്ങനത്തെ ഒന്നും സാധനം ഇല്ലായിരുന്നു. ശരിക്കും ഇതൊക്കെ ഗ്ലൂ ഗണ്ണ് വെച്ചൊട്ടിക്കണം. നല്ല പരാജയം. പക്ഷെ നല്ല രീതിയിലെല്ലാം കത്താത്തോടെ ഞാൻ പിന്നെ പേപ്പർ വെച്ച് കത്തിച്ച്. അപ്പം ഇനി നമുക്കിത് കളഞ്ഞേക്കാം. തീ എല്ലാം കെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പോട്ടെ ഗൈസ്. അപ്പം ഇത്രയുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.